നിങ്ങൾ എന്തായി പറയുന്നേ? കരടി ചാടിപ്പോയെന്നോ? ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ കൂട് കാലിയായി കിടക്കുന്നത്. സാറിനെ തിരക്കി ഇത്രയും ദൂരം വന്നുകൊണ്ട് അറിയിക്കാൻ താമസിച്ചത്. ഇത് മണിയന്തന്റെ അശ്രദ്ധ കൊണ്ട് മാത്രം സംഭവിച്ചാണ്. ഏയ്, തന്നെ എനിക്ക് വിശ്വാസമില്ല. ഇനി ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒപ്പിച്ച പരിപാടിയാണെങ്കിലോ? ചേച്ചേ, മണികണ്ഠൻ ഞങ്ങളുടെ ശത്രുവാണെന്നുള്ള നേരാ. പക്ഷെ ഒരു വന്യമൃഗത്തെ തുറന്നിടാൻ മാത്രം ക്രൂരന്മാരല്ലേ ഞങ്ങൾ? അതെങ്ങാനും സിറ്റിയിൽ ഇറങ്ങിയാൽ പലരുടെയും തലയ്ക്ക് സാർ ഉത്തരം പറയും. എന്റെ അമ്മേ, അതുവരെ ജനങ്ങൾ ഈ തല ഇവിടെ വെച്ചേക്കില്ല. വണ്ടി എടുക്കണോ? എനിക്ക് ഉടനെ കാഴ്ച ബംഗ്ലാവിലെത്തണം. പെട്ടെന്നോട്ടെ. ഫിലിപ്പോസ് ഫ്രണ്ട് വാ, സാറൊന്ന് റിലാക്സ് ചെയ്ത്. ഇക്കൊല്ലം വയലിക്ക് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് കോമാരം തൊള്ളാണ് ഞാൻ. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നടക്കാതെടാ. ഈ പുതപ്പ് അങ്ങോട്ട് പുതച്ചോ. എങ്ങനെയാ? ഇപ്പൊ ഞാനൊരു മുസ്ലിം കുട്ടിയെ പോലില്ലേ ചേട്ടാ? അണ്ണാ ഒരു പോകാം ഇത് പോകാം. ശരി, കുറച്ചുകൂടി തള്ളി വെക്കി കിട്ടണല്ല. മതി, ഒരു പോകം കൂടിയാണ്. പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് ശിക്ഷാർഹമാണ്. വേണ്ട. അത് മനുഷ്യന്, മൃഗത്തിനില്ലല്ലോ. ഇങ്ങനെ ചേട്ടന് പേടി ഇങ്ങനെ തട്ടിപ്പോയി അണ്ണാ. നാളത്തെ പത്രത്തിൽ കാണാം. ഇവനെന്താ അമ്മയ്ക്ക് വായു ഗുളിക വാങ്ങാൻ പോവാണോ? ഇവിടെ രാജപ്പന്റെ വണ്ടിയല്ലേ? എന്തോ പ്രശ്നമുണ്ട്. കരടി ചാടിപ്പോയതിന്റെ പിന്നില് ഇവനും ആ ഫിലിപ്പോസും ആയിരിക്കും. അയ്യോ, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ഉടനെ കൂട്ടി കയറാം. അതെ അതെ. അങ്ങോട്ടോ എങ്ങോട്ടോ ചേട്ടാ? ഇങ്ങോട്ടാ. കൂട്ടിലേക്ക് ഇപ്പൊ വിശ്വാസമായല്ലോ കരടി ചാടിപ്പോയെന്ന്. ആ സുവാസും മണികണ്ഠനോടെ. ഇത് മതിലല്ല, എന്റെ കാലാച്ചവട്ടല്ലേ. അയ്യോ, ഈ കൂടിന് മുമ്പിൽ സൂപ്രണ്ടും ഫിലിപ്പോസും. ഈ വേഷം കെട്ടിയതൊക്കെ വെറുതെ ആയി. ഇതൊന്നും ആലോചിക്കാനില്ല. നീ ചാടിക്കോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓടിവായോ, ആരെങ്കിലും വന്ന് ഇതിനെ കൂട്ടിലടയ്ക്കാൻ നോക്കി നിൽക്കാതെ ഇന്ന് പിടികളോ. എനിക്ക് പേടിയാ. പിന്നെ താൻ എന്തിനാണോ ഗാർഡിന്റെ വേഷം കെട്ടിവിടെ നടക്കണത്? ഉടനെ ചെന്ന് അതിനെ പിടിച്ച് കൂട്ടിലടച്ചില്ലെങ്കിൽ തന്റെ അവിടുത്തെ ജോലി അവസാനിക്കും. എന്നാ സാറും കൂടെ വാ. വേറെ ഒന്നും വിചാരിക്കരുത്, എനിക്ക് കരടിയെ മാത്രം പിടിച്ച് പരിചയമില്ല. നോക്കി നിൽക്കാതെ എന്ന് പിടിക്കണോ. വടിയും നോക്കി വിടോ. ഫിലിപ്പോസ് വരുന്നുണ്ട്. മർമ്മം നോക്കി നാല് ചാമ്പ് ചാമ്പ്. അയ്യോ അയ്യോ സാറേ, ഓടിക്കോ. സൂപ്രണ്ട് സാറേ, കരടി വൈകുണ്ടാണ്. അയ്യോ ഓടിക്കോ, കരടി വരുന്നേ. എല്ലാവരും ഓടിക്കോ, കരടി വരുന്നേ. പണിയും കഴിഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ആണ്. കൺഗ്രാജുലേഷൻസ് സുവാസു, നിങ്ങൾ എത്ര ധീരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മൃഗങ്ങളുടെ ഭാഷ പറഞ്ഞ് വിരട്ടി കൂട്ടിനകത്ത് കയറ്റി. സമ്മതിച്ചിരിക്കുന്നു. കരടിയെ നേരിട്ട് ഈ ധൈര്യം അപാരം തന്നെ. ഇത് പുറത്ത് ചാടാതെ സൂക്ഷിച്ചോളാം. അപ്പൊ ഗുഡ് നൈറ്റ്. എന്തോ? ഗുഡ് നൈറ്റ്. സുവാസേട്ടാ, എന്താടാ? ഇനിയുള്ള എന്റെ ജീവിതം ഈ കൂട്ടി തന്നെ ആവോ? ഒന്നും പറയാൻ പറ്റില്ല. ഒറിജിനൽ കരടിയെ കണ്ടുകിട്ടുന്നവരെ നീ കിടക്കേണ്ടി വരും. എന്റെ ഈശ്വര, അതിപ്പോ എവിടെയാണോ? നീ പേടിച്ചോ? പേടിയോ? പേടിയെന്ന് പറഞ്ഞ സാധനം എന്റെ ജീവിതത്തിൽ. ഇനി ഇതുപോലെ 10 പ്രേതപടങ്ങൾ ഒന്നിച്ച് കണ്ടാലും ഞാൻ കുലങ്ങില്ല. ഒന്ന് വേഗം എടുക്കണേ. ഒരു ചായ കഴിക്കാൻ എന്താ ഉള്ളേ? ദി ഇഡ്ഡലി, ദി ദോശ, ദി അപ്പം, ദി പുട്ട്. ദീ പുട്ടോ? ഇതൊരു കോമ്പറ്റീഷൻ ബിസിനസ് ഒക്കെ അല്ലേ? അപ്പുറത്തെ ഹോട്ടലില് സാധാ ദോശ, സാധാ ഇഡ്ഡലി, സാധാ അപ്പം, സാധാ പുട്ടോ ഒക്കെ കാണും. പക്ഷെ ദി പുട്ടിന്റെ ഒരു ഗമയില്ല. ദി ഇപ്പോഴത്തെ ഒരു ഫാഷൻ അല്ലേ സാർ? ഈ സിനിമയൊന്നും കാണാറില്ലേ? ഇപ്പൊ മിക്ക പടങ്ങളും ദിയിലാ തുടങ്ങാറ്. ദി കിങ്, ദി ട്രൂത്ത്, ദി ഗോഡ്മാൻ, ദി കാർ ഒക്കെ ഹിറ്റ് അല്ലേ? എങ്കിൽ ഒരു കുറ്റി ദീപുട്ടും ദീ കടലിന്റെ. ദി പുട്ട് ഒരു കുറ്റിയെ, ദി കടല ഒരു പ്ലേറ്റ്. വൈകി കിട്ടിയ വാർത്ത. നഗരത്തിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. തിരുവനന്തപുരം. കരടിയുടെ രൂപസാദൃശ്യമുള്ള ഒരു അജ്ഞാത ജീവി ഇന്നലെ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞു പോകുന്നവരെ ആക്രമിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. ഈ കരടി എനിക്കറിയാം. ഇവൻ എനിക്ക് 5000 രൂപ തരാണ്. കൂട്ടിക്കിടന്ന് മനുഷ്യര് മാടി വിളിക്കുന്ന പോലെ ഇങ്ങനെ വിളിക്കരുന്നോട് പറഞ്ഞിട്ടില്ലേ? എന്താ കാര്യം? ചായ കിട്ടോ? ചായ? അതെ, രാവിലെ ഒരു സ്ട്രോങ് ടീ മസ്റ്റാ. കരടി കൂട്ടിക്കിടന്ന് ചായ കുടിക്കുന്ന മറ്റു വല്ലവരും കണ്ടാൽ പ്രശ്നമാവും. നമ്മുടെ പ്ലാൻ പൊളിയും.
ചായ വേണ്ടെന്ന് വെക്കേ. ഫിലിപ്പോസ് വരുന്നുണ്ട്, അഭ്യാസം തുടങ്ങിക്കോ. വേണ്ട വേണ്ട. അല്ല, കരടി വല്ലപ്പോഴും മീൻ കഴിക്കൂ. വല്ല ഓറഞ്ചോ മുന്തിരിയോ ആപ്പിളോ തേനോ കൊടുക്ക്. അറ്റ്ലീസ്റ്റ് ഒരു വരിക്കച്ചക്കെങ്കിലും നീ വാങ്ങിക്കൊടുക്ക. സോറി, ഡേറ്റ് അനുസരിച്ച് ഇവന് ഇന്നത്തെ തീറ്റ മീന. ഓഹോ, പിന്നെ രക്ഷയില്ല. അയ്യോ മണിയണ്ട, ഇന്നത്തേക്ക് മീൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യടാ. അയ്യോ, ഞാനൊരു വെജിറ്റേറിയനാ. എനിക്ക് ഉടുപ്പി ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശ വാങ്ങിച്ചു തന്നാ മതി. ശ്രമിച്ചു നോക്കാം. നീ രജിസ്റ്ററിൽ ഒപ്പിട്ടോ? ഇല്ല, ഇതിനുള്ളിൽ കിടന്ന് എങ്ങനെ ഒപ്പിടാനാ? ഒപ്പിട്ടില്ല, സൂപ്പറുണ്ട് നിന്നെ തിരക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചിന്തിക്കാനൊന്നുമില്ല. അവിടെ പോയാ രജിസ്റ്റർ ബുക്ക് എടുത്തിട്ട് വാ, ഞാൻ ഒപ്പിട്ട് തരാം. കൊടു കൈ. താങ്ക് യു. നഖം ഒന്ന് തന്നെ വരുമ്പോ ഒരു പാക്കറ്റ് വിൽസം വാങ്ങിച്ചാരേ. ഓടാ അവിടുന്ന്. എന്നിട്ട് വേണം നിന്റെ കൂടായിരിക്കും ഞാൻ ജയിലിലാവാൻ. അയ്യോ, ഇന്ന് ഞായറാഴ്ച കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ദിവസം. അതാ എന്റെ ടെൻഷൻ. സൈക്കി തന്നെ. നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞ കൂട്ടിക്കിടന്ന അഭ്യാസങ്ങൾ കാണിക്കരുതെന്ന്. നമ്മുടെ ജോലിയും തിരക്കും ആൾമരണത്തിന് കേസ് കൊടുക്കും. ഒപ്പിട് ഒപ്പിട്. ഇരിക്കാനും പറ്റുള്ള പേനോ വേണ്ട. ഒപ്പിടിക്കുക. ഇവിടെ ചാടിപ്പോയതിനു ശേഷം എനിക്കൊരു ബുദ്ധി തോന്നി. എല്ലാ മൃഗങ്ങളും അതത് കൂടുകളിലുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായി എല്ലാ മൃഗങ്ങളുടെയും ഒപ്പ് ശേഖരിക്കുകയാണ്. മക്കളെ എല്ലാവരും കേക്ക്, സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതി. രജിസ്റ്ററിൽ ഒന്ന് ഒപ്പിട്. ഇംഗ്ലീഷ് രജിസ്ട്രി ഒപ്പിടീസ്. കഷ്ടം, വട്ടായി എന്നാ തോന്നുന്നത്. തിരിച്ചുകൊണ്ടിരിക്കാതെ പോയി തൂത്തുവാരിപ്പോ. താൻ ഇന്നത്തെ പത്രം കണ്ടോ? കണ്ടു. എന്നിട്ടൊന്നും വായിച്ചില്ലേ? ഇപ്പോഴാ കണ്ടത്. അതെന്നാ വായിക്കും. നഗരത്തിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. ഇന്നലെ ഇത് ചാടി പുറത്തിറങ്ങിയ നേരത്ത് സെക്കൻഡ് ഷോ കഴിഞ്ഞു പോയ രണ്ടുപേരുടെ കരണം മാന്തി പൊട്ടിച്ചു. ഒരു പോലീസുകാരനെ പാലത്തിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെ ഇട്ടു. പ്രാണരക്ഷാർത്ഥം ഓടിയപ്പോ താഴെ പോയതായിരിക്കും. ഏതായാലും പോയില്ലേ, ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തൊക്കെ അക്രമങ്ങളായി കുന്തം കാട്ടിക്കൂട്ടിയെന്ന് അറിയാമോ? അതൊന്നും ഞാനല്ല ചെയ്തേ. ആരാ സംസാരിച്ചു? ഫിലിപ്പോസേ, നീ ആ ചെയ്തത് സാർ പറഞ്ഞോ? ഇന്നലെ ഇത് ചാടിപ്പോയ വിവരം പുറത്തറിയരുത്. അറിഞ്ഞാ എന്റെ ജോലി പോകടോ. സാർ, ഇൻസ്പെക്ഷൻ ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഡോക്ടർ മണികണ്ഠ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. എന്തോ ലക്ഷണപ്പശ ഉണ്ടല്ലോ. ഒന്നുമില്ല ഡോക്ടർ. അല്ലല്ല, എന്തോ ഉണ്ട്. ഞാനത് പറയാതിരിക്കായിരുന്നു. രാവിലെ മുതൽ ഒരു വക കഴിച്ചിട്ടില്ല. മീൻ കിടക്കുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ മീനെന്ന് കേട്ടാ വെട്ടി വീഴുന്ന കരടിയായത്. ചിലപ്പോ അതിന് നൊയമ്പായിരിക്കും. താൻ എന്തായി പറയണത്? കരടിക്ക് നോയമ്പോ? താടാ ഇഞ്ചക്ഷൻ കേട്ടേ. നല്ല രസമുണ്ട് ഇവറ്റകളെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോ ഓടുന്ന കാണാൻ. ഇത് വയറിന്റെ അസുഖമല്ല, ശരീരത്തിന്റെയാ. മനസ്സിലായില്ലേ? ഇണ ചേരാൻ സമയമായത്. പെണ്ണായാലാണ് വേണ്ടേ? പെൺകരടി ഹീറ്റായിട്ട് നോക്കുക. ആ ആൺകരടി കയറ്റിവിടെ. വാസേട്ടാ, ഇതിന് എങ്ങനെങ്കിലും ഒരു മൈക്കോട്ടി വെച്ച് വീഴ്ത്ത്. ഹലോ പോലീസ് സ്റ്റേഷൻ. കരടിയോ? സോറി സാർ. ഞങ്ങളുടെ എസ് ഐയുടെ ഇരട്ട പേര് വിളിക്കുന്നോടാ തെണ്ടി. ഇനി അങ്ങനെങ്ങും പറഞ്ഞാൽ നിന്റെ തലവെട്ടി പറ്റിക്കോടാ പറ്റി. കള്ളം പറയുന്നോടാ റാസ്കൽ. രാവിലെ മുതൽ എസ് ഐ സാർ ഞങ്ങളുടെ മുമ്പിൽ ഇരിപ്പല്ലോ. അല്ലേ സാർ? അതിനെ പിടിക്കലേ പോലീസിന്റെ പണിയല്ല. ഫോൺ എന്താടോ? എന്റെ പോലീസ് പുണ്യാള, സാറിനോട് ഞാൻ ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കോ? സാർ സിറ്റിയിൽ അതിറങ്ങിയിരിക്കുന്നു. ഏതിറങ്ങി? അത് ഏത്? ഈ കറുത്ത് രോമാവൃതമായി ഇങ്ങനെ നടക്കുന്ന സാധനം. ഒന്ന് തെളിച്ചു പറയടോ. സാർ സിറ്റിയിൽ സാർ ഇറങ്ങിയെന്ന്. ഞാനോ? വേണ്ട, ഞാൻ എടുത്തോളാം. ഹലോ പോലീസ് സ്റ്റേഷൻ. സാർ, ഓക്കെ സാർ, പിടിക്കാം സാർ. എസ് പി സിറ്റിയിലേതോ കര എന്തോ ഇറങ്ങിയിട്ടുണ്ടെന്ന്. എന്തിറങ്ങിയെന്ന്? എടോ, അതിനെ പിടിക്കാൻ വേണ്ടത് ചെയ്യാൻ. ഏതിനെ പിടിക്കാൻ? എടോ, താൻ നേരത്തെ പറഞ്ഞ സാധനം. സാധനം? ആ രോമമുള്ള സാധനം. എടോ, കറുത്ത രോമമുള്ള സാധനം. തനിക്കെന്ന് വായും തന്നെ കേൾക്കണം. എടോ, കരടി ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആക്കിച്ചിരിക്കും. അതിനെ പിടിക്കാനുള്ള മാർഗം പറഞ്ഞാടോ.
പോലീസിന്റെ ഒരു ഗതികേടേ. കൊല നടന്നാലും മന്ത്രി വന്നാലും പുലി ഇറങ്ങിയാലും ആന ഇറങ്ങിയാലും ഇനി കരടി ഇറങ്ങിയാലും പോലീസിനാ പണി. ഈ പണി നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല സാർ. ആ ഈ കരടി എന്ന് വെച്ചാൽ പല ടൈപ്പ് ഉണ്ട്. ആ. ചിലപ്പോ ആൾക്കരടി ആയിരിക്കും, ഏതാണ്ട് സാറിന്റെ ഒപ്പം വലിപ്പം വരും. ഏ? അവൻ അപകടകാരിയാ. നമുക്കൊരു വേട്ടക്കാരനെ വരുത്തിയാലോ? ആര്? ഒരു പാർട്ടി എനിക്കറിയാം. ഒന്ന് വേഗം പറഞ്ഞ് തുളയ്ക്കണോ? റാഗി പറക്കുന്ന ചെമ്പരത്തിനെ പോലും ആ. വെടിവെച്ച് വീഴ്ത്തുന്നവനാ. പഴയ പുലിവേട്ടക്കാരൻ വാറുണ്ണിയുടെ അനിയൻ കിട്ടുണ്ണി, ടാർസൻ കിട്ടുണ്ണി.